നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ആലോചനാ യോഗവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയിട്ടുള്ള കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമ്പാശ്ശേരി സ്വദേശി പൌലോസാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കാലവർഷം ശക്തമായതോടെ മഴക്കെടുതിയും രൂക്ഷം. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മറ്റു ബസ്സുകളിൽ സൗജന്യ യാത്ര 100 ദിവസത്തെ പരീക്ഷണത്തിനു ശേഷം തീരുമാനിക്കും. മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കാട്ടാന വേലിയും മതിലുകളും തകർത്തു. മണ്ണുത്തി മുല്ലക്കരയിൽ ഗൃഹനാഥനെ വീടിനുള്ളിൽ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ നിർണായക തുമ്പായി മോഷ്ടാക്കളുടേതെന്ന് കരുതുന്നവരുടെ വിരലടയാളം ലഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ആലോചനാ യോഗവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ചാണ് പ്രത്യേക യോഗം ചേർന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ട് കാലാനുസൃതമായി മാറ്റാനാണ് ദേവസ്വം ബോർഡിന്റെ ആലോചന. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ 409 ക്ഷേത്രങ്ങളുണ്ട്. സഹകരിക്കുന്ന ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. ശബ്ദത്തിന് പ്രാധാന്യം നൽകാതെ വർണ്ണത്തിന് പ്രാധാന്യം നൽകി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് എന്ന ആശയമാണ് ദേവസ്വം മുന്നോട്ട് വെച്ചത്. ഗൾഫിലിപ്പോ തൃശ്ശൂർ പൂരം നടത്തുന്നുണ്ട്. 6-7 പൂരങ്ങൾ അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ വേദിയിൽ വളരെ ആകർഷകമായ വർണ്ണശബളിമയോടുകൂടിയുള്ള വെടിക്കെട്ട് നടത്തുന്നുണ്ട്. ഇതിന്റെ ആധുനിക ടെക്നോളജി അറിയുന്ന വിഭാഗങ്ങളെ കൂടി അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു യോഗം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കും. ശബ്ദം കുറച്ച് വർണ്ണം കൂട്ടിക്കൊണ്ടുള്ള ഒരു വെടിക്കെട്ടിനാണ് നമ്മളിപ്പോൾ അതിന്റെ ടെക്നോളജി പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവരെ കൂടി നമ്മൾ ശിവകാശിയിലോ അല്ലെങ്കിൽ എവിടെയോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ഇരിങ്ങാലക്കുട ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ വെടിക്കെട്ട് ഏകദേശം ഈ രൂപത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അടുത്ത ഘട്ടത്തിലുള്ള യോഗത്തിലേക്ക് അത്തരത്തിലുള്ള ടെക്നിക്കൽ നോഹുള്ള ആളുകളെ കൂടി ഇതിൽ പങ്കാളികളാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ആലോചനയിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് കടന്നത്. മികച്ച പ്രതികരണമാണ് ആദ്യ യോഗത്തിൽ ലഭിച്ചത്. വിവിധ ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. അടുത്ത ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തെ ഉൾപ്പെടുത്തി യോഗം ചേരും. TCV തൃശൂർ. തൃശൂർ, എറണാകുളം ജില്ലകളിലെ 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയിട്ടുള്ള കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി കാച്ചപ്പള്ളി വീട്ടിൽ പൌലോസാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം മാള, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടന്ന ഭണ്ഡാരമോഷണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വർഷത്തിൽ 6 മാസം ജയിൽവാസവും പുറത്തിറങ്ങിയാൽ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും മോഷണവുമായി ജീവിക്കുന്നതാണ് പൌലോസിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ, മാള, കാട്ടൂർ, പുത്തൻവേലിക്കര, വെള്ളിക്കുളങ്ങര, വടക്കേക്കര, കൊടകര, ചാലക്കുടി, അങ്കമാലി തുടങ്ങി 20ഓളം സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 100ഓളം കേസുകളുണ്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 വരെ ആഴക്കടൽ മീൻപിടുത്തം പൂർണ്ണമായും സ്തംഭിക്കും. മീനുകളുടെ പ്രജനനകാല സംരക്ഷണം ലക്ഷ്യമിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് 52 ദിവസമാണ് നിയന്ത്രണം. കേരള തീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ വരെയാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അന്യസംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോയെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും കടലിൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാം. എന്നാൽ കുഞ്ഞൻ മീനുകളെ പിടിക്കുന്നതിന് നിരോധനമുണ്ട്. TCV ന്യൂസ് തൃശൂർ. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം.
താണയിൽ ബസാർ മുണ്ടഞ്ചേരി വീട്ടിൽ വിജയലക്ഷ്മി വേണുഗോപാലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ഇടിമിന്നലിൽ വീടിന് കനത്ത നാശമാണ് ഉണ്ടായത്. മുറിക്കകത്തെ ടൈൽസ് തകർന്നു. വൈദ്യുതി, ഡിവി ബോക്സ്, ഫാനുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. സംഭവസമയം വിജയലക്ഷ്മി വീടിന് പുറത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ കിഴക്കേപ്പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടി വെട്ടി എൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊക്കെ എൻ്റെ നേരത്തേക്ക് പൊട്ടി വീണ്. അങ്ങനെ അകത്തേക്ക് പോയി നോക്കുന്നുണ്ട്, അകത്ത് ടൈലും എല്ലാം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ കംപ്ലീറ്റ് വയറിങ്ങും ബൾബൊക്കെ പൊട്ടിത്തെറിച്ച് വടക്കേ പറമ്പിലേക്കൊക്കെ വീണു. എനിക്ക് ചെവി വേദന എടുക്കേണ്ടിപ്പോയി. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരക്കോട് പരാത്തുകുളം കല്ലൂർ മഠത്തിൽ പഞ്ചായത്ത് മെമ്പർ കെ സുബീഷ് കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന തെങ്ങ് ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും നശിച്ചു. അപകട സമയത്ത് സുബീഷ് കുമാറും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. വിവിധ ജില്ലകളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. മഴയ്ക്കൊപ്പം ഇടിമിന്നലും മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യ യാത്ര ആദ്യം പരീക്ഷിക്കുക ഓർഡിനറിയിൽ. KSRTC വൻ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ 100 ദിവസത്തെ പരീക്ഷണത്തിന് ശേഷമായിരിക്കും കൂടുതൽ പ്രഖ്യാപനം വരിക. സൗജന്യയാത്ര ആദ്യം ഓർഡിനറിയിലായിരിക്കും നടപ്പാക്കുക. എല്ലാ ഓർഡിനറി ബസ്സുകളിലും യാതൊരു നിബന്ധനയും കൂടാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യയാത്ര അനുവദിക്കും. ജൂൺ 15 മുതൽ നടപ്പാക്കുന്ന പദ്ധതി 100 ദിനം സേവനം നൽകിയ ശേഷം കൂടുതൽ പഠിച്ച ശേഷമാകും ബാക്കി തീരുമാനം. ഓർഡിനറിയിൽ നിന്നും പിന്നീട് ഘട്ടം ഘട്ടമായി ഫാസ്റ്റ് പാസഞ്ചറിലേക്കും മറ്റും നടപ്പാക്കാനാണ് നീക്കം. അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനത്തിന് അംഗീകാരം നൽകും. അതേസമയം ഇപ്പോൾ തന്നെ വൻ നഷ്ടം നേരിടുന്ന KSRTCയുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കാനാകുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. ഏകദേശം 90 കോടിയിലധികമാണ് KSRTCയുടെ നഷ്ടം. പുതിയ പദ്ധതി നടപ്പാക്കുന്നതോടെ ഉണ്ടാകുന്ന നഷ്ടം പഠിക്കാനും വിലയിരുത്താനും ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങി കൃഷിനാശം വരുത്തുന്നത് നിത്യസംഭവമായി മാറുന്നു. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വേലിയും മതിലുകളും തകർത്തു. വാഴക്കോട് വളവിൽ അത്താണിപ്പറമ്പിൽ വീട്ടിൽ ഷംസുവിന്റെ പുരയിടത്തിലിറങ്ങിയ കാട്ടാന കവുങ്ങ്, വാഴ, മഞ്ഞൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഷംസുവും കുടുംബവും ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലില്ലായിരുന്നു. കാട്ടാനയുടെ വിഹാരം കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കാട്ടാന ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഷംസു പറയുന്നു. മണ്ണുത്തി മുല്ലക്കരയിൽ ഗൃഹനാഥനെ വീടിനുള്ളിൽ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ നിർണായക തുമ്പായി മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന വിരലടയാളം ലഭിച്ചു. ചെറുവാറ വീട്ടിൽ സോമശേഖരന്റെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ കവർച്ച നടന്നത്. പ്രൊഫഷണൽ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. പ്രദേശത്ത് നേരത്തെ വന്നു പോയവരും ഇപ്പോഴുള്ളവരുമായ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും ജയിലിൽ നിന്നിറങ്ങിയ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സംഭവം നടന്ന ദിവസം സോമശേഖരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മോഹനന്റെ ഭാര്യയും മരുമകളും ബന്ധുവീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. പിൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മണ്ണുത്തി SHO ബിജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജില്ലയിൽ മോഷണം പെരുകുന്നു. തൃശൂർ നഗരത്തിൽ തന്നെ 2 ആഴ്ചയ്ക്കകം നിരവധി മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നു. വർഷക്കാലമായതോടെ കൂടുതൽ മോഷണ സംഘങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ കമ്പം, തേനി പ്രദേശത്തെ കുറുവ സംഘങ്ങൾ കാലവർഷമായാൽ കേരളത്തിലെത്തി കൊള്ള നടത്തുന്നത് പതിവാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു കുറുവ സംഘം കവർച്ചയ്ക്ക് പദ്ധതിയിട്ടിരുന്നത്. പിറകിലെ വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ ശൈലി. രാത്രിയിൽ വാതിലുകളും മറ്റും ഭദ്രമായി അടച്ചെന്ന് ഉറപ്പാക്കണമെന്നും മാരകായുധങ്ങൾ പുറത്തു വയ്ക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച സ്വകാര്യ ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. പഴയന്നൂർ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് തിരുവല്ലോമല തൃശൂർ റൂട്ടിലോടുന്ന ഷഹാസ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പിടിയിലായത്.
ഡ്രൈവർ വിയൂർ സ്വദേശി സുധീഷ്, കണ്ടക്ടർ പഴയന്നൂർ പറക്കുളം സ്വദേശി ഷക്കീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ SHO സുധീർ ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിനു സമീപം കാർഷിക മേഖലയിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ നിർമ്മിച്ച താൽക്കാലിക വളയം ബണ്ട് മഴ ശക്തമായതോടെ പൊളിച്ചുനീക്കി. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നേരിട്ട് സ്ഥലത്തെത്തി ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയാണ് ബണ്ട് പൊളിക്കൽ തുടങ്ങിയത്. ഡ്രഡ്ജർ ഇറക്കി യന്ത്രസഹായത്തോടെ താൽക്കാലിക വളയം ബണ്ടിലെ മണ്ണും മുളംകുറ്റികളും തെങ്ങിൻ മുട്ടികളും നീക്കുമെന്ന് പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പറഞ്ഞു. ഡ്രഡ്ജർ ഈ ഇടിയഞ്ചിറയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ബണ്ടിന്റെ അവശിഷ്ടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നീക്കും. ഒഴുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ പുനഃസ്ഥാപിക്കും. അങ്ങനെ ഇടിയഞ്ചിറ റെഗുലേറ്റർ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ എത്തും. റെഗുലേറ്ററിന്റെ ജീർണത മൂലം എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കിയാണ് താൽക്കാലിക വളയം ബണ്ട് കെട്ടിയിരുന്നത്. ഇത്തവണ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണം നടത്തുന്നതിനായി റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും വളയം ബണ്ട് കെട്ടിയിരുന്നു. റെഗുലേറ്ററും ഷട്ടറുകളും നവീകരിച്ചതോടെ ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ ഇനി ലക്ഷങ്ങൾ മുടക്കി താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കേണ്ടി വരില്ലെന്നാണ് കരുതുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ റെഗുലേറ്ററിന്റെ 32 ഷട്ടറുകളിൽ 5 ഷട്ടറുകൾ ഇതിനകം ഉയർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴയുടെ തോത് നോക്കി മറ്റു ഷട്ടറുകളും ഉയർത്തുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ വ്യക്തമാക്കി. TCV പാവർട്ടി. ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. സർവീസ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങളുടെ യാത്ര മന്ദഗതിയിലായി. അരമണിക്കൂറോളം എടുത്താണ് പുതുക്കാട് നിന്നും ആമ്പല്ലൂർ അടിപ്പാത കടന്ന് വാഹനങ്ങൾ കടന്നുപോയത്. വാഹനങ്ങൾ ടോൾ പ്ലാസയിലും ഏറെ നേരം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഗതാഗത തടസ്സം കാരണം ആംബുലൻസുകൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിട്ടു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും സമയത്തെത്താനാകാത്ത അവസ്ഥയിലായിരുന്നു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ നാളെ ആഘോഷിക്കും. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് വൈകിട്ട് 4:30 പ്രസുതേന്തി വാഴ്ച നടക്കും. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ നാളെ രാവിലെ 5:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ദിവ്യബലിയുണ്ടാകും. രാവിലെ 9:30 കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുസദ്യ ആശീർവാദം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1,00,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള സാധ്യത മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിലും ഭാര്യ ഉൾപ്പെടെയുള്ള ആരോടും പറഞ്ഞിരുന്നില്ലെന്നും മന്ത്രി OJ ജനീഷ്. കുഴൂർ പഞ്ചായത്തും പൌരാവലിയും ചേർന്ന് കുഴൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഗ്രഹിച്ചപ്പോൾ പലതും കിട്ടിയില്ലെങ്കിലും ആഗ്രഹിക്കാത്തപ്പോഴാണ് സ്ഥാനങ്ങൾ ലഭിച്ചത്. ലഭിച്ച സ്ഥാനങ്ങൾ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കാറില്ലെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം തന്നെ സല്യൂട്ട് ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. സ്വീകരണ യോഗം JB മേത്തർ MP ഉദ്ഘാടനം ചെയ്തു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾസൺ കൊടിയൻ, കൊച്ചുകടവ് മഹല്ല ഇമാം മുഹമ്മദ് ഷാഫി ഫൈസി തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇന്ധനവില വർധനവിനെതിരെ തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രാജൻ ജെ പല്ലൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MS പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ, INTUC ജില്ലാ പ്രസിഡന്റ് AT ജോസ്, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം തുടങ്ങിയവർ സംസാരിച്ചു. കോലഴി കാരത്തോടിനെ കാളിന്തിയാക്കരുതെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിരോധ യാത്രയുമായി കോലഴി കൂട്ടായ്മ. ജലമലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിഷേധവും സമന്വയിച്ച പ്രതിരോധയാത്ര വേറിട്ടതായി. മാലിന്യം വലിച്ചെറിഞ്ഞും മലിനജലം ഒഴുക്കിയും കോലഴി കാരത്തോടിനെ വിഷലിപ്തമായ കാളിന്തിയാക്കുന്നതിനെതിരെ കോലഴി കൂട്ടായ്മ പ്രതിരോധം തീർത്തു. തോടിന് ഇരുവശവും താമസിക്കുന്ന വീട്ടുകാരെ നേരിൽ കണ്ട് ബോധവൽക്കരണം നടത്തുകയും തുടർന്നാൽ നിയമ നടപടികളും പിഴയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയുമായിരുന്നു പ്രതിരോധ യാത്ര. പ്രദേശവാസികളുടെ വീടുകളിൽ നിന്ന് ശുചിമുറികളിലേതുൾപ്പെടെയുള്ള മലിനജലവും അടുക്കള മാലിന്യവും പ്ലാസ്റ്റിക് സാധനങ്ങളും
ഉപയോഗശേഷമുള്ള ഡയപ്പറും സാനിറ്ററി നാപ്കിനും മറ്റും തോട്ടിൽ നിക്ഷേപിക്കുകയാണ്. മഞ്ഞപ്പിത്തവും വയറിളക്കവും കോളറയും മറ്റും പടർന്നു പിടിക്കാനുള്ള സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ഒരു കാലത്ത് ശുദ്ധജലവാഹിനിയായിരുന്ന കാരത്തോട് പ്രദേശത്തെ കിണറുകളും കുളങ്ങളും ജലസമൃദ്ധമാകാൻ സഹായകമായിരുന്നു. പ്രദേശവാസികളുടെ കയ്യേറ്റം മൂലം തോട് പലയിടത്തും വീതി കുറഞ്ഞ് ശോഷിച്ച് അഴുക്കുചാലിന് സമാനമായിരിക്കുകയാണിപ്പോൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, കോലഴി പഞ്ചായത്ത് അംഗം ലിലി കുട്ടികൃഷ്ണൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലാ പ്രസിഡന്റ് ടി ഹരികുമാർ, ടി സത്യനാരായണൻ, ടി എൻ ദേവദാസ് തുടങ്ങിയവർ പ്രതിരോധയാത്രയ്ക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ. മുള്ളൂർക്കര വരവൂർ RS റോഡിൽ തകർന്നു വീഴുന്ന നടപ്പാത നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്നു. മുള്ളൂർക്കര സെന്ററിൽ നിന്നും വരവൂരിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപം കടകളോട് ചേർന്നുള്ള നടപ്പാതയാണ് ദിനം പ്രതി തകർന്നു വീഴുന്നത്. സ്ലാബുകൾ തകർന്നു വീഴുന്ന ഭാഗത്ത് ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും അപകടത്തിന് കാരണമാകുന്നു. മുള്ളൂർക്കര പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, മൃഗാശുപത്രി, ഹോമിയോ ഹോസ്പിറ്റൽ, KECB, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന നടപ്പാതയാണിത്. 2 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് പ്രദേശത്തെ കടകൾ പൊളിച്ച് നടപ്പാത നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുത്തിരുന്നു. നിരവധി തവണ വ്യാപാരികളും പഞ്ചായത്ത് ഭരണസമിതിയും നിവേദനങ്ങൾ നൽകിയെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാവർട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLAക്ക് സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് VG ബാസ്റ്റ്യൻ അധ്യക്ഷനായി. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി CL റാഫേൽ, ജാക്സൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയതായി തെരഞ്ഞെടുത്ത മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. CPI നേതാവായിരുന്ന സണ്ണി വടക്കന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. തൊയക്കാവ് സെന്ററിലെ സ്മൃതി മണ്ഡപത്തിൽ രക്തപതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ബിന്നി ആന്റണി അധ്യക്ഷനായിരുന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ കൌൺസിൽ അംഗം PK കൃഷ്ണൻ, മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി PS ജയൻ, ലോക്കൽ സെക്രട്ടറി CR ദിലീപ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MR മോഹനൻ എന്നിവർ സംസാരിച്ചു. കോടശ്ശേരി പീലാർമുഴിയിലെ ലിജുവിന് പാർക്കാൻ ഇനി മുന്തിരി വീട്. പീലാർമുഴിയുടെ കുന്നിൻ മുകളിൽ ലിജു യേശുദാസ് തന്റെ കൊച്ചു വീടിന്റെ മുകളിൽ നട്ടുവളർത്തിയ മുന്തിരിച്ചെടി കായ്ച്ചു. ഒരു വർഷം മുൻപ് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നട്ട മുന്തിരിത്തണ്ടിൽ നിന്ന് 20ഓളം കുലകളുണ്ടായി. മുന്തിരിവള്ളിക്ക് പടരാൻ കോൺക്രീറ്റ് വീടിന് മുകളിൽ സ്റ്റീലും PVC പൈപ്പുകളും ഉപയോഗിച്ച് പന്തലൊരുക്കിയിരുന്നു. വേനലിലും സ്ഥിരമായുള്ള ഈർപ്പത്തിനായി സംവിധാനമുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റിൽ ചകിരിനാരുകൾ വിതറി വെള്ളം തളം കെട്ടി നിർത്തി കോഴിക്കാഷ്ടം, വേപ്പിൻ പൊടി, കപ്പലണ്ടി, പിണ്ണാക്ക് തുടങ്ങിയ വളങ്ങളിട്ടു. ശീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് തയ്യാറാക്കിയ മിശ്രിതം തെളിച്ച് കീടങ്ങളെയും ഈച്ചകളെയും ഒഴിവാക്കി. പറമ്പിൽ 5 സെന്റ് സ്ഥലത്ത് മുന്തിരി കൃഷിക്ക് ഒരുങ്ങുകയാണ് ശില്പി കൂടിയായ ഈ 52കാരൻ. ഒരു വർഷത്തോളമായി ഇപ്പം ഞാൻ ഈ കമ്പ് ചട്ടിയിൽ വെച്ചിട്ട്, ഇപ്പോൾ ചട്ടിയിൽ വെച്ച് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ അതിന് വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചട്ടിയിലും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഒരു 2-3 മാസത്തോളമായി ഇത് കായ്ച്ചിട്ട് ഇനിയിപ്പോൾ ഒരു മാസം തന്നെ താഴെയും കൂടി ഉണ്ടെങ്കിൽ ഇത് ഏകദേശം പഴുത്ത് പാകമായി നമ്മളവിടെ എടുത്ത് നമുക്ക് കഴിക്കാൻ ഇപ്പോഴേ പാകമായി നിൽക്കുന്നുണ്ട്. TCV ചാലക്കുടി. CPM വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗം PK പീതാംബരന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കണ്ണോത്ത് നടന്ന ചടങ്ങിൽ മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ രാജീവ്, EV പ്രബീഷ്, വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KK ബാബു, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KV മനോഹരൻ, ശോഭന മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജിന്റെ ക്യാമ്പ് ഓഫീസ് ശ്രീനാരായണപുരം പള്ളിനടയിൽ പ്രവർത്തനം ആരംഭിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KK വത്സരാജ് MLA അധ്യക്ഷനായി. CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മുൻ MLAമാരായ VS സുനിൽകുമാർ, ET ടൈസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന സുരേന്ദ്രൻ, ബൈന പ്രദീപ്, TK രാജു, മിനി ഷാജി, MR കൈലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഓഫീസ് തുറന്നു പ്രവർത്തിക്കും.
വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്ന് ഹരിജൻ നഗറിലെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിന് വലിയ കുഴിയെടുത്തതാണ് ആശങ്കയ്ക്ക് കാരണം. 2 കുടിവെള്ള ടാങ്കുകളും തകർച്ചാ ഭീഷണിയിലാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് 24 കുടുംബങ്ങൾ താമസിക്കുന്ന ചെറുകുന്ന് ഹരിജൻ നഗർ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുകളിലുള്ള കുന്നിടിച്ചാണ് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനായി വലിയ കുഴി എടുത്തിട്ടുള്ളത്. മണ്ണൊലിപ്പ് സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത് വലിയ തോതിലുള്ള മണ്ണെടുപ്പും ആഴത്തിൽ കുഴിയെടുത്തിട്ടുള്ളതും പ്രദേശവാസികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. 3-ാം വാർഡിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി 50 വർഷം മുൻപ് നിർമ്മിച്ച വലിയ ടാങ്കും 2, 3, 4 വാർഡുകളിലേക്ക് പഞ്ചായത്ത് ജലവിതരണത്തിനായി സ്ഥാപിച്ച ടാങ്കും മണ്ണെടുത്തതിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുകയാണ്. ഈ 2 കുടിവെള്ള ടാങ്കിന്റെ മധ്യത്തിലായിട്ട് വലിയൊരു കുഴി എടുത്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് 2 ടാങ്കിനും ഭയങ്കര ഭീഷണിയാണ്. തൊട്ടടുത്ത് ഞങ്ങൾ ഈ ചെറുകുന്ന് നിവാസികള് വീടുകൾക്ക് ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകൾക്കും ഞങ്ങൾക്ക് ജനങ്ങൾക്കും ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഈ കുടിവെള്ളത്തിനും ഇതുള്ള ഭീഷണിയും ഉള്ള സാധനം, പിന്നെ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ഇത് വന്നിട്ടുള്ള സാധനം കുന്നിന്റെ മുകളിലാണ്, മണ്ണിന്റെ ആണെങ്കിൽ തീരെ ബലമില്ല. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഈ കുഴി തൂർത്തിട്ട് നിങ്ങൾക്ക് ഇത് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്. കുടിവെള്ള ടാങ്കുകളോട് ചേർന്നാണ് മണ്ണെടുത്ത് വലിയ കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് വാർഡ് മെമ്പർ ശ്രീമതി ജനാർദ്ദനൻ പറഞ്ഞു. 4 സെന്റിമീറ്റർ നീക്കിയിട്ട് ടവർ പണിത് തുടങ്ങാന്നാണ് ഇപ്പൊ അവിടെ തീരുമാനം വന്നേക്കുന്നത്. ഇത് ടവർ പണിയായാലും വേണ്ടില്ല, വേറെ എന്ത് പണിയായാലും വേണ്ടില്ല, ഇത് ജനങ്ങൾക്കൊരു വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന കാര്യത്തിന് ഇത് എന്തൊരു തീരുമാനം എടുക്കേണ്ടത്? ഒന്നാലെ ടവർ ഉടമയായിരിക്കണം, അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കണം. ജോബിന്റെ ഇതിന്റെ താഴത്ത് ഈ ടവറിന്റെ തൊട്ടടുത്ത സ്ഥലം കംപ്ലീറ്റ് അയാൾ മണ്ണെടുത്ത് അയാൾ തെങ്ങ് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പിടിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ആ പറമ്പിലേക്കാണ് പോവുക. അപ്പൊ അയാൾ തന്നെ ഇതിന് ഞങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അപാകത വന്നാൽ ഈ ടവറിന്റെ ഉടമകളും ജോബും ഇതിന് ഉത്തരവാദികളായിരിക്കണം. അതിനുള്ളൊരു മെമ്മ ഞങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ ഈ ടവർ ഇവിടെ പണിയാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. പഞ്ചായത്തിൽ പരാതിപ്പെട്ടപ്പോൾ കുഴി മണ്ണിട്ട് നികത്തുവാനാണ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതെന്നും ഇതിന് ശ്രമിച്ചപ്പോൾ സ്ഥലമുടമയുടെ പരാതി പ്രകാരം പോലീസ് വന്ന് തടഞ്ഞെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ടവർ നിർമ്മാണത്തിനായി എടുത്ത കുഴി മണ്ണിട്ട് നികത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലാ കളക്ടറെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, എരുമപ്പെട്ടി. വടക്കാഞ്ചേരിയിൽ നിന്ന് ആദ്യമായി കേരള ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായ അഡ്വക്കേറ്റ് TS മായാദാസിന് വടക്കാഞ്ചേരി സുബ്രഹ്മണ്യ തീർത്ഥാടന സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തീർത്ഥാടന സംഘം ചെയർമാൻ ദുർഗാദാസ് പുളിയത്ത് ഷാൾ അണിയിച്ച് ആദരിച്ചു. സുശ്രീപ് കുമാർ, ഡോക്ടർ രവീന്ദ്രനാചാര്യ, ഷൺമുഖ പെരുമാൾ, ഉഷ പുളിയത്ത്, സുമിത്ര, നിഷ സുരേഷ് എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകരയിൽ ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തി. ആൽഫ ക്ലബ് ആൽഫ നഗറിൽ നടന്ന 17 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഷൂട്ടൌട്ട് മത്സരം മുൻ പഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ആൽഡ്രിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡൈഗോ ദേവസി, പ്രോഗ്രാം കൺവീനർ എവിൻ വിൻസെന്റ്, ജോയിന്റ് കൺവീനർ ഡാനിയൽ ഡാൾട്ടൺ, ട്രഷറർ ഏതൻ ഡ്രൈഗ്രോ, CJ വിൻസെന്റ്, നിതുൽ ജോസഫ്, ഡാൾട്ടൺ ദേവസി, PC രവീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മങ്കര, എങ്കക്കാട് എന്നിവിടങ്ങളിലെ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ BJP 21ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. BJP നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത ഭാരതിയുടെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ പ്രകാശൻ അധ്യക്ഷനായി. വീരാണിമംഗലം ക്ഷേത്രക്ഷേമ സമിതി സെക്രട്ടറി NR മോഹനൻ നമ്പീശൻ, മുതിർന്ന പ്രവർത്തകരായ NR രാംകുമാർ, PG സുരേഷ് കുമാർ, ഗോപി വെളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മുരിയാട് ആനന്ദപുരത്ത് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സമിതി ചെയർമാൻ AM ജോൺസൺ, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ സുനിത മുരളി, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ AS, അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ലോകകപ്പ് കാൽപന്ത് കളിക്ക് ആവേശം പകർന്ന തിരുവല്ലോമല പട്ടിപ്പറമ്പ് മേപ്പാടം കുന്നത്ത് അർജന്റീന പോർച്ചുഗൽ ആരാധകരുടെ ഫ്ലക്സുകൾ ഉയർന്നു. അർജന്റീന ഫാൻസ് 30 അടി നീളവും 8 അടി വീതിയുമുള്ള ഫ്ലക്സ് വെച്ചപ്പോൾ ബ്രസീൽ ഫാൻസ് 50 അടി നീളവും 8 അടി വീതിയുമുള്ള ഫ്ലക്സുമായാണ് രംഗത്തെത്തിയത്. ഫ്ലക്സിന്റെ കാര്യത്തിൽ മാത്രം മത്സരമുള്ളൂവെന്നും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും അർജന്റീന പോർച്ചുഗൽ ആരാധകർ പറയുന്നു. സ്പോർട്സായിട്ടാണ് കാണുക. അത് ആ ഒരു വാശി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും എന്ത് കൂട്ടങ്ങളും എല്ലാവരും അർജന്റീനക്കാരും ബ്രസീലുകാരും ഞങ്ങളെല്ലാം ഒപ്പമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. സ്ക്രീനും കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12-ാം തീയതി 11-ാം തീയതി ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഫിഫ വേൾഡ് കപ്പ് ആഘോഷിക്കുക, ആർമാദിക്കുക, തകർക്കുക, പൊളിക്കുക. ഏനാമാക്കിൽ സെന്റ് മേരീസ് LP സ്കൂളിൽ പരിസ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് കുറ്റിക്കുരുമുളക് കൃഷിക്ക് തുടക്കം. വെങ്കിടങ്ങ് പഞ്ചായത്ത് കൃഷി ഓഫീസർ നീതു ബി നായർ ആദ്യ തൈകൾ നട്ട് പദ്ധതിക്ക് തുടക്കമിട്ടു. പ്രധാന അധ്യാപിക ജോൽ ഇ ജോസ് കിഴക്കൂടൻ അധ്യക്ഷയായിരുന്നു. കാർഷിക ക്ലബ് കൺവീനർ CP ബിനി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സ്വാതി എന്നിവരും സംസാരിച്ചു. BJP മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറമ്പന്തളി മാനിന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചു. തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായ റോഡിൽ BJP പ്രവർത്തകർ വാഴകളും ചേമ്പും നട്ട് പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച പറമ്പൻതളി മാനിന റോഡ് റീബിൽഡ് കേരള പദ്ധതിക്ക് വേണ്ടി പൊളിക്കുകയായിരുന്നു. എന്നാൽ 8 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിനാൽ റോഡ് പുനർനിർമ്മിച്ചിട്ടില്ല. മാനിന റോഡ് പുനർനിർമ്മിക്കുന്നതിന് MLAയുടെ ഭാഗത്തുനിന്നോ മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. BJP മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രവീൺ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ദിൻഷ നിജേഷ്, മണലൂർ മണ്ഡലം സെക്രട്ടറി AS ശ്രീജ, SC മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് K സുധീരൻ, അശ്വതി സുബിൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ശക്തമായ മഴയിൽ മരം വീട് മരിച്ച തൃപ്രണത്ത് വിഷ്ണുവിന്റെ വീട്ടിൽ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ സന്ദർശിച്ചു. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷിനെയും VM സുധീരൻ ഫോണിൽ വിളിച്ച് പരമാവധി ധനസഹായം വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് അനുവദിച്ചു നൽകണമെന്ന് മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. AP അനിൽകുമാർ തൃശൂർ ജില്ലാ കളക്ടറോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശവും നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, DCC ഭാരവാഹികളായ KK ബാബു, KB ജയറാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ എന്നിവർ VM സുധീരനോടൊപ്പം ഉണ്ടായിരുന്നു. ദേശീയപാത കൊടുങ്ങല്ലൂരിലെ DVSP ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിച്ചതായുള്ള ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ 908 ദിവസമായി നടത്തിവന്നിരുന്ന സായാഹ്ന ധർണ അവസാനിപ്പിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരന് മധുരം നൽകി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർമ്മസമിതി ചെയർമാൻ RM പവിത്രൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ KK അൻസാർ, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളായ KG ശിവാനന്ദൻ, ES സാബു, CC വിപിൻ ചന്ദ്രൻ, GK ഗീത തുടങ്ങിയവരും സംസാരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെയും പരിസര പ്രദേശത്തെയും വയോജനങ്ങൾക്ക് ബോട്ട് യാത്ര ഒരുക്കി വെണ്ടൂരിലെ ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മ. ആലപ്പുഴയിൽ KSRTCയുടെ ബോട്ടിലാണ് 40 പേരടങ്ങുന്ന സംഘം ഉല്ലാസയാത്ര നടത്തിയത്. ഗോൾഡൻ ഏജ് കെയറിന്റെ വയോജന കൂട്ടായ്മയാണ് സൗജന്യ യാത്ര ഒരുക്കിയത്. ആടിയും പാടിയും ആലപ്പുഴയുടെ ചരിത്ര വിവരണങ്ങൾ കേട്ടും വയോജനങ്ങൾ അവരുടെ ആദ്യ ബോട്ട് യാത്ര അവിസ്മരണീയമാക്കി. ഏകാന്തതയുടെ വിരസതയിൽ നിന്ന് ഒരു ദിനം ഇവർക്ക് നല്ലൊരു യാത്രാനുഭവമാണ് സമ്മാനിച്ചത്. കഴിഞ്ഞ വർഷം കപ്പൽ യാത്രയും വിമാനയാത്രയും നടത്തിയതിൽ ഏറെ പേരും ജീവിതത്തിൽ ആദ്യമായി വിമാനത്തിലും കപ്പലിലും യാത്ര നടത്തിയവരാണ്. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രവേശന ഫീസോ മാസവരി സംഖ്യയോ ഇല്ലാതെ സൗജന്യമായി അംഗമാകാം. അർഹിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിയമസഹായങ്ങളും ആരോഗ്യപരമായ ക്യാമ്പുകളും പരിശോധനകളും വിദഗ്ധ ഡോക്ടർമാരുടെ മെഡിക്കൽ ക്യാമ്പുകളും തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഗോൾഡൻ ഏജ് കെയറിലൂടെ നൽകുന്നത്. TCV പുതുക്കാട്. കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷത്തിന് ആയിരങ്ങളെത്തി. ദിവ്യബലിക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിയിൽ 100 വൈദികർ സഹകാർമ്മികരായി. തുടർന്ന് നടന്ന ഊട്ടുനേർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഊട്ടുനേർച്ച ആശീർവാദം പുത്തൻചിറ ഫൊറോന വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ നിർവഹിച്ചു.
കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രങ്ങളിലെയും ഇല്ലം നിറയ്ക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ പുത്തരി നിവേദ്യത്തിനുമായുള്ള കരനെൽ കൃഷിയുടെ ഞാറുനടൽ നടന്നു. മന്ത്രി ഒ ജെ ജനീഷ് കൃഷിയിറക്കൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി. ദേവസ്വം ബോർഡ് മെമ്പർ കെ സുരേഷ് ബാബു, സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ തുടങ്ങിയവരും പങ്കെടുത്തു. അസമിലെ ഗുവാഹത്തിയിൽ നടന്ന 19ാമത് GFI ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ക്ഷേത്രം കീഴ്ശാന്തി ജയകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ദേവി ദുർഗ കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഥമ കളരിപ്പയറ്റ് ഗ്രേഡിംഗ് മഹോത്സവം തൃശൂർ ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയിൽ സംഘടിപ്പിച്ചു. അയ്യന്തോൾ പുതൂർക്കര ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന കളരിപ്പയറ്റ് ഗ്രേഡിംഗ് മഹോത്സവം തൃശൂർ കോർപ്പറേഷൻ ഓൾറെഡി ഡിവിഷൻ കൗൺസിലർ സാജൻ സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമി ഫൗണ്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ യു സന്തോഷ് കുമാർ ഗുരുക്കൾ, മുൻ കൗൺസിലർ ശ്രീലാൽ ശ്രീധർ, KHO തൃശൂർ ജില്ലാ പ്രസിഡന്റ് CS രഞ്ജിത്ത്, ദേവി ദുർഗ കളരി സംഘം കൺവീനർ KM ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന കളരിപ്പയറ്റ് മഹോത്സവത്തിൽ ശിഷ്യന്മാരുടെ പരിശീലന മികവ് വിലയിരുത്തി അവർക്ക് ഗ്രേഡുകൾ നൽകി. മത്സരാർത്ഥികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കാളികളായി. ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയിൽ ഫുൾ കോൺടാക്ട് കരാട്ടെ, കളരി, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ് എന്നിവയിലും മികച്ച പരിശീലനം നൽകി വരുന്നു. കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷനിൽ നിന്നും 2025 9th ഡിഗ്രി കരസ്ഥമാക്കിയ ബ്ലാക്ക് ഡ്രാഗൺ ആർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടറായ സന്തോഷ് കുമാർ നിലവിൽ തൃശൂർ ഡിസ്ട്രിക്ട് അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സ് അസോസിയേഷന്റെയും കേരള ഹെൽത്ത് ഓർഗനൈസേഷന്റെയും ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലത്ത് നടന്ന കേരള സ്റ്റേറ്റ് ഇന്റർ ക്ലബ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്ലാക്ക് ഡ്രാഗൺ അക്കാദമിയിലെ VR ഹരികൃഷ്ണ 65-70 വിഭാഗത്തിൽ ഗോൾഡ് മെഡലും 50-55 വനിതാ വിഭാഗത്തിൽ സാനിയ ജോയിയും ബിലോ 45 വിഭാഗത്തിൽ ഹെലനും ഗോൾഡ് മെഡൽ നേടി. 50-55 വിഭാഗത്തിൽ ശ്രീഹരിയും 70-75 വിഭാഗത്തിൽ രോഹനും വെങ്കല മെഡലും കരസ്ഥമാക്കി. മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിയും ജീവജാലങ്ങളുടെ നിഷ്കളങ്കതയും ഇണക്കവും ദൃശ്യാവിഷ്കാരമാക്കുന്ന പുതിയ ഹ്രസ്വചിത്രം ദ ഗ്രീൻ ആൻഡ് ഗ്രീഡ് ഒരുങ്ങുന്നു. പാവറട്ടി സെന്റ് ജോസഫ് LP സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളുമാണ് ഹ്രസ്വചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളാകുന്നത്. വിദ്യാലയ ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ പ്രകാശനം വാർഡ് മെമ്പർ VJ വർഗീസ് നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ CF ഷാജു അധ്യക്ഷത വഹിച്ചു. ജനകീയ ചലച്ചിത്രവേദിയുടെയും വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെയും ബാനറിൽ സെന്റ് ജോസഫ് LP സ്കൂൾ ഒരുക്കുന്ന ഹ്രസ്വചിത്രം റാഫി നീലങ്കാവിലാണ് സംവിധാനം ചെയ്യുന്നത്. അണിയറ പ്രവർത്തകരായ റെജി വിളക്കാട്ടുപാടം, സിനിമോട്ടോഗ്രാഫിയും എഡിറ്റിംഗും നിർവഹിച്ച ജസ്റ്റിൻ ജോസ് എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ആൻഡ്രോ പാലയൂർ ഫാമിലി ട്രസ്റ്റാണ് ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നത്. ഫ്രണ്ട്സ് ഓഫ് മധുക്കരയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് VS സുനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. രക്ഷാധികാരി KS സദാശിവൻ അധ്യക്ഷനായി. KR രാജേഷ്, M സുജിത്ത് എന്നിവരും സംസാരിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ഭൂമിക്കൊരു തണൽ പദ്ധതിക്ക് തുടക്കം. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഫാൻസി സുബിരാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്ര രതീഷ്, വാർഡ് മെമ്പർ ആനി ജോസ്, ഹെഡ്മാസ്റ്റർ K സജീന്ദ്രമോഹൻ, പ്രിൻസി തോമസ്, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, വൈസ് പ്രസിഡന്റ് ഷാജി കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മതിലകത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. താലം റോഡിൽ അടിപ്പറമ്പിൽ സതീഷിന്റെ വീടിന്റെ അടുക്കളയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT സംഘം കൂളിമൂട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,905 രൂപ, പവന് 1,11,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ആലോചനാ യോഗവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമ്പാശ്ശേരി സ്വദേശി പൗലോസാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കാലവർഷം ശക്തമായതോടെ മഴക്കെടുതിയും രൂക്ഷം. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മറ്റു ബസ്സുകളിൽ സൗജന്യ യാത്ര 100 ദിവസത്തെ പരീക്ഷണത്തിനു ശേഷം തീരുമാനിക്കും. മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കാട്ടാന വേലിയും മതിലുകളും തകർത്തു. മണ്ണുത്തി മുല്ലക്കരയിൽ ഗൃഹനാഥനെ വീടിനുള്ളിൽ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ നിർണായക തുമ്പായി മോഷ്ടാക്കളുടേതെന്ന് കരുതുന്നവരുടെ വിരലടയാളം ലഭിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.